കുഴപ്പമൊന്നുമില്ല. ഇഞ്ചക്ഷന്റെ ചെറിയൊരു മയക്കമാ. ഉണരുമ്പോ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ. വേറെ പേടിക്കാനൊന്നുമില്ല. അമ്മേ, ഗൗതം, കുഴപ്പമൊന്നുമില്ലമ്മേ. നെറ്റിയിൽ ചെറിയൊരു മുറിവുണ്ട്, അത്രേ ഉള്ളൂ. പേടിക്കാനൊന്നും ഇല്ലെന്നാ ഡോക്ടർ പറഞ്ഞേ. എണീക്കുമ്പം വീട്ടിലേക്ക് പൊക്കോളാനും പറഞ്ഞു. വേണ്ടമ്മേ, എഴുന്നേക്കണ്ട. കുറച്ചു നേരം കൂടി കിടന്നു. പ്രണവ് കഥ ഓർക്കാന്ന് പറഞ്ഞല്ലേ അമ്മേ. എന്നിട്ടും അമ്മ എന്തിനാ വാശി പിടിച്ചത്? എന്തിനാ പിടിവാശി? വാശി കാണിച്ചത് തന്നെയാ. എനിക്കൊരാപത്ത് പറ്റിയ നിങ്ങൾ വരുമെന്ന് എനിക്കറിയായിരുന്നു. നെറ്റി മുറിഞ്ഞതല്ലായിരുന്നോ? ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളതാ. എന്തെങ്കിലും പറ്റിപ്പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? നിങ്ങളില്ലാത്ത ആ വീട്ടിൽ എന്തിനാ ജീവിക്കുന്നേ? മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്ന് തന്നെയായിരുന്നു എന്റെ തീരുമാനം. എന്തായാലും നിങ്ങൾ വന്നല്ലോ, ഇനി നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോകാം. ഞാൻ എഴുന്നേക്കട്ടെ. ഇപ്പൊ എന്തായാലും എഴുന്നേക്കണ്ട. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന കാര്യം, ഈശ്വരമംഗലത്തേക്ക് ഞങ്ങൾ വരില്ലമ്മേ. ഇനി അമ്മയെ ഈശ്വരമംഗലത്തേക്ക് വിടാനും പോകുന്നില്ല. സ്വന്തം ചേട്ടന്റെ ഭാര്യയാണെന്ന് പോലും കരുതാതെയല്ലേ വസുന്ധരാന്റെ അമ്മയോട് ഇങ്ങനൊക്കെ കാണിച്ചത്? അവരോടൊപ്പം ആ വീട്ടിൽ ഇനിയും എങ്ങനെ താമസിക്കും? വേണ്ട, അമ്മ ഇനി ഈശ്വരമംഗലത്തേക്ക് പോയാൽ ഞങ്ങൾക്ക് ഒരു സമാധാനവും കാണില്ല. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നാ മതി. നിങ്ങളുടെ വീട്ടിലേക്കോ? നിങ്ങൾ എന്താ ഈ പറയുന്നേ? വസുവിനെ പേടിച്ച് ഞാൻ വീട് വിട്ട് ഓടണമെന്നാണോ ഈ പറയുന്നത്? തൽക്കാലം അതാ നല്ലത്. അതൊരു പേടിച്ചോട്ടൊന്നുമല്ല. എല്ലാത്തിനും ഒരു തീരുമാനമാകുന്നവരെ അമ്മ ഞങ്ങളുടെ കൂടെ നിൽക്കും. അതാ അമ്മേ നല്ലത്. ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ല, പക്ഷേ ഇപ്പൊ അമ്മയുടെ സേഫ്റ്റിയാ നോക്കേണ്ടേ. അമ്മ ഏട്ടന്റെ അടുത്തേടെ കൂടെ പൊക്കോ. അതിനേക്കാൾ നല്ലത് നിങ്ങൾ എന്റെ കൂടെ ഈശ്വരമംഗലത്തേക്ക് വരുന്നതല്ലേ. നിങ്ങളുണ്ടെങ്കിൽ എനിക്കെതിരെ ഒരാളും ഒരക്ഷരവും മിണ്ടില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. അമ്മയുടെ ആഗ്രഹം ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞങ്ങൾക്ക് വരാൻ പറ്റില്ല അമ്മ. ആര് ഞങ്ങളെ ആ വീട്ടിലേക്ക് വരാതെ തടയുന്നോ അവര് തന്നെ ഞങ്ങളെ സ്വീകരിച്ച് വീട്ടിലേക്ക് കയറ്റുന്ന ഒരു ദിവസം വരും. അന്ന് മാത്രമേ ഇനി ഞങ്ങൾ ഈശ്വരമംഗലത്തേക്ക് വരൂ. എന്നാലും ഞാൻ നിങ്ങളുടെ കൂടെ വരികയെന്ന് പറയുമ്പോ അതിലൊരു കുഴപ്പമില്ല അമ്മേ. അമ്മേ, ഞാൻ ഏട്ടനെ വീട്ടിൽ കൊണ്ടായിക്കോളാം. ഡ്രസ്സുകളൊക്കെ ഞാനങ്ങ് എത്തിച്ചോളാം. നീ ഒരു കാര്യം ചെയ്യും, പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നാൽ മതി. ഇവിടെ അടുത്തല്ലേ, ഞങ്ങളൊരു ഓട്ടോ പിടിച്ചങ്ങ് പോയിക്കോളാം. അപ്പോ നിങ്ങൾ 3 പേരും കൂടി ചേർന്ന് എന്നെ വീട് മാറ്റാൻ തീരുമാനിച്ചു അല്ലേ? തീരുമാനിച്ചൊന്നും മാത്രമല്ല, അമ്മ ഇനി എത്ര നിർബന്ധിച്ചാലും ആ തീരുമാനം മാറ്റാനും പോകുന്നില്ല. അമ്മ ഞങ്ങൾക്കൊപ്പം ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം.